മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. സ്വാഭാവികമായും അങ്ങനെ ഒരു സദസ്സിനകത്ത് വന്ന പരാതികൾ അത് പരിശോധിക്കാനുള്ള കൃത്യമായ സംവിധാനം കേരളത്തിലുണ്ടാക്കി. നവകേരള സദസ്സ് ഒരു VVIP പരാതിയായി പരിഗണിക്കണം എന്ന് നിശ്ചയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് ഓരോ ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട പരാതികളുടെ സ്ഥിതിയും സ്വഭാവവും അറിയാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തി വരുന്നുണ്ട്. ആദ്യഘട്ടം ഇതിനെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതെല്ലാ ജില്ലകളിലും കഴിഞ്ഞു. രണ്ടാമത് അതാത് ജില്ലകളിൽ സോർട്ട് ചെയ്തുകൊണ്ട് ജില്ലാ ഭരണകൂടം തന്നെ ബന്ധപ്പെട്ട വകുപ്പുകളെ ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതും ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു. വകുപ്പുകളിൽ ലഭ്യമാകുന്ന പരാതികൾ ജില്ലയ്ക്കകത്ത് നടക്കേണ്ടതാണെങ്കിൽ 30 ദിവസത്തിനകത്തും, ജില്ലയ്ക്ക് പുറത്ത് നടക്കേണ്ടത് സംസ്ഥാന കേന്ദ്രത്തിൽ നടക്കേണ്ടതാണെങ്കിൽ 45 ദിവസത്തിനകത്തും എന്ന അജണ്ട കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ചില പരാതികളിൽ നിലവിലുള്ള നിയമങ്ങൾക്കോ ചട്ടങ്ങൾക്കോ സാധ്യമാകാത്ത ചില പ്രശ്നങ്ങളുണ്ടാകും. ജോലി കിട്ടണം, ലൈഫ് നിലനിൽക്കുമ്പോൾ തന്നെ വീട് വേണം, അങ്ങനെ തുടങ്ങുന്ന ജനങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങളാണ്. അത് അവരുന്നയിക്കപ്പെടുന്ന വിധത്തിൽ അവരുടെ ഭാഷയിൽ ആവശ്യപ്പെടുകയും ചെയ്യും. അത്തരം പരാതികളിൽ ബന്ധപ്പെട്ടവരെ തന്നെ അതിന്റെ പ്രയാസമോ അല്ലെങ്കിൽ അതിനുള്ള തടസ്സമോ അറിയിക്കുക. ചിലത് നിയമങ്ങളിലും ചട്ടങ്ങളിലും മാറ്റം വരുത്തേണ്ട പ്രശ്നമായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ 2010 1801/2010 എന്ന കോടതിയിലെ പൊതു താൽപര്യ ഹർജിക്ക് ശേഷം പട്ടയം ലഭ്യമായ ഭൂമികളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വ്യാപകമായ പരാതികൾ നമുക്ക് കിട്ടുന്നുണ്ട്. 10-13 വർഷമായി 2 ഗവൺമെന്റുകളുള്ളപ്പോഴും കിട്ടുന്നുണ്ട്. അത് പരിഹരിക്കാത്തത് സർക്കാരിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അത് പരിഹരിക്കാനുള്ള മാർഗം നിയമത്തിലും ചട്ടത്തിലും മാറ്റം വരുത്തലാണ്. അതിപ്പോ കേരളത്തിന്റെ നിയമസഭ നിയമത്തിൽ മാറ്റം വരുത്തി ഗവർണർ ഒപ്പിട്ടാൽ ഉടനടി ചട്ടം പ്രസിദ്ധീകരിക്കാനുള്ള സ്ഥിതിയിലേക്ക് പോയി. അപ്പൊ ആ വിധത്തിൽ നിയമങ്ങളിലും ചട്ടങ്ങളിലും മാറ്റം വരുത്തേണ്ടതാണെങ്കിൽ അങ്ങനെ, ക്യാബിനറ്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗിക്കേണ്ടതാണെങ്കിൽ അങ്ങനെയാണെങ്കിലും കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടാകും. പരാതികൾക്ക് സമയബന്ധിതമായി പരിഹാരം കാണാനുള്ള നടപടിയുണ്ടാകും. അല്ല, ഈ 40 ദിവസത്തിനുള്ളിൽ പരമാവധി എന്ന പരിഹാരം എന്നൊരു ഇതാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ ആ സമയത്തേക്ക് അവസാനിക്കുമെന്ന് തോന്നുന്നു. ഇല്ല, ധാരാളമായ പരാതികൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വരുമ്പോൾ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. 45 ദിവസം എന്ന് പറയുന്നത് സർക്കാരിന്റെ നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായി ചെയ്യാൻ കഴിയുന്ന പ്രശ്നങ്ങളാണ്. അല്ലാത്ത പ്രശ്നങ്ങളാണ് കൂടുതൽ വരുന്നതായി പല കാര്യത്തിലും കാണുന്നത്. ഇപ്പൊ ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതിന്റെ യഥാർത്ഥ കാരണം യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയണമെന്നാണ് എന്റെ പക്ഷം. ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിലനിൽക്കുന്ന പരാതികൾ പരിഹരിക്കാൻ 27 സൈൻഡ് പോസ്റ്റ് കൊണ്ട് മാത്രം സാധ്യമല്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് RDOമാർ എന്ന് വിളിക്കപ്പെടുന്ന 27 കേന്ദ്രങ്ങൾ കൊണ്ട് മാത്രം എത്ര താഴത്തേക്ക് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ച് നമുക്ക് നടപടിക്രമങ്ങൾ തീർത്താലും ഒപ്പിട്ട് തീരില്ല. ഒരാൾക്ക് ഒപ്പിടാൻ പറ്റുന്ന മാക്സിമം ഒരു കാലാവധിയുണ്ട്. അതുകൊണ്ടാണ് നെൽവയൽ തണ്ണീർത്തട നിയമത്തിന്റെ 2008 നിയമത്തിൽ 2023 പുതിയ ഭേദഗതി കൊണ്ടുവന്ന് 27 പേർ എന്ന സൈൻ അതോറിറ്റി 69 78 ആയി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു താലൂക്കിന് ഒരു ഉദ്യോഗസ്ഥൻ, ഡെപ്യൂട്ടി കളക്ടറിൽ താഴെയല്ലാത്ത സർക്കാർ നിശ്ചയിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന ഭേദഗതിയിലേക്ക് കൊണ്ടുവന്നത്. അതിൽ നയപരമായ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഗവർണർ ഒപ്പിടുന്നില്ല, രാഷ്ട്രപതിക്കും അയച്ചില്ല, കോൾഡ് സ്റ്റോറേജ് വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷം ഇപ്പോൾ നടത്തുന്ന കലാപങ്ങളിൽ ഒരു കഷ്ണം കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ഭരണപക്ഷ വ്യത്യാസമില്ലാതെ പാസാക്കിയ ബില്ലുകളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് സർക്കാരിന്റെ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഭൂപതിവ് നിയമം, നെൽവയൽ തണ്ണീർത്തട നിയമം, ഇങ്ങനെ ഇരുപക്ഷത്തിനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധത്തിൽ ഒരാളും ചോദ്യങ്ങൾ ഉന്നയിക്കാത്ത വിധത്തിൽ കൊണ്ടുവന്ന ഭേദഗതികളെങ്കിലും ഗവർണർ ഒപ്പിടുന്ന കാര്യത്തിൽ പ്രതിപക്ഷം കൂടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സമ്മർദ്ദം ചെലുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ RDO സർക്കാർ നിശ്ചയിക്കുന്ന ഡെപ്യൂട്ടി കളക്ടർ വരെയാകാം എന്ന കാര്യത്തിൽ എന്താണ് തർക്കം എന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കൊണ്ടുവന്നാൽ ഏറ്റവും പെട്ടെന്നാകും. അതിന്റെ ധാരാളമായ പരാതികൾ നമുക്കിതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വിധത്തിൽ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളെ വേഗതയിലാക്കും, അല്ലാത്തത് സമയമെടുത്തുകൊണ്ട് തന്നെ പരിഹരിക്കും.